കോട്ടയം പാലാ നഗരസഭയിൽ UDF ഇക്കുറി അധികാരത്തിലെത്തുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി ചർച്ചകൾ പൂർത്തിയായി. കേരള കോൺഗ്രസ് എമ്മിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ലക്ഷ്യമെന്നും നാട്ടകം സുരേഷ്. പാലായിലെ സ്വതന്ത്രരാണ്, വിമതരല്ല, സ്വതന്ത്രരാണ്. അവിടെ ഞങ്ങൾ ഭരണത്തിലേക്ക് വരും. ചങ്ങനാശ്ശേരിയിലും ഈ രണ്ട് സ്ഥലത്താണ് ചെറിയൊരു ഇതുള്ളത്. ബാക്കി 4 ഞങ്ങൾ നിർണായക ഭൂരിപക്ഷം. ഞങ്ങൾ 6 നഗരസഭയും ഞങ്ങൾ ഭരിക്കും. ഞങ്ങൾ പാലാ ഭരിക്കും. അവിടെ ജോസ് കെ മാണി, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരു കാരണവുമില്ലാതെ ഞങ്ങളുടെ മുന്നണി വിട്ടുപോയതാണ്. ഞങ്ങളെ ദ്രോഹിക്കാവുന്ന പരമാവധി ദ്രോഹിച്ചു. അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. സ്വതന്ത്രര് UDFനോടൊപ്പം നിൽക്കും. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ വിവരങ്ങൾ വായിച്ചിരുന്നു. ടോബി, സ്വതന്ത്രരെ മുഴുവൻ ചാക്കിലാക്കി എന്നാണോ നാട്ടകം സുരേഷ് പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവകാശവാദം തന്നെയാണ് നാട്ടകം സുരേഷ് മുന്നോട്ട് വെക്കുന്നത്. സ്വതന്ത്രർ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത പുളിക്കക്കണ്ടം ഫാമിലിയിലെ 3 വിജയിച്ച സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ UDF വിമതയായിട്ട് വിജയിച്ച മായ രാഹുൽ, ഈ മൊത്തം 4 പേരാണ് ഇവിടുത്തെ ഈ പാലാ നഗരസഭ ആര് ഭരിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു നിർണായക തീരുമാനമെടുക്കാൻ പോകുന്നത്. എന്തായാലും നാട്ടകം സുരേഷ് DCC പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ സ്വതന്ത്രർ 4 പേരുമായിട്ടും ചർച്ചകൾ നടത്തി അവർ 4 പേരും UDFനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പ് നൽകി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിക്കുന്നില്ല. നമുക്കിത് എത്രത്തോളം സത്യമാണെന്നും അല്ലെങ്കിൽ ധാരണ എന്താണ്. ബിനു പുളിക്കക്കണ്ടം അടക്കമുള്ളവർ അടുത്ത ദിവസം ഞായറാഴ്ച 21-ാം തീയതി 6 മണിക്ക് ഒരു ജനസഭ വിളിച്ച് അവിടെ അവരൊരു തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് UDF അവരുടെ ഡിമാൻഡ്, അവരുടെ നൽകാനുള്ള അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DCC പ്രസിഡന്റ് വലിയ കോൺഫിഡൻസിലാണ്. ഇനി ഒരിക്കലും മാണി ഗ്രൂപ്പിന് അധികാരത്തിലെത്താതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ചെയ്തു കഴിഞ്ഞു. അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അധികാരം ലഭിക്കത്തില്ല. അവിടെ UDF തന്നെ പാലാ നഗരസഭ ഭരിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. അതിന്റെ എല്ലാ ചർച്ചകളും പൂർത്തിയായി കഴിഞ്ഞു. അതായത് ചർച്ചകൾ നടക്കുന്നു എന്ന് പോലുമല്ല, ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് നാട്ടകം സുരേഷ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇനി ജോസ് കെ മാണി വിഭാഗം എന്താണ്, അല്ലെങ്കിൽ LDF എന്ത് നീക്കം നടത്തുമെന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ചും UDFനൊപ്പം പുളിക്കക്കണ്ടത്തെ ഈ 3 സ്ഥാനാർത്ഥികൾ നിൽക്കുകയാണെങ്കിൽ മായ രാഹുൽ എന്ന് പറയുന്ന വിമത സ്ഥാനാർത്ഥി LDFനൊപ്പം പോയി കഴിഞ്ഞാൽ 13-13 എന്ന നിലയിലേക്ക് കക്ഷിനില വരും. അപ്പോൾ 26 സീറ്റാണ് നിലവിൽ നഗരസഭയിലുള്ളത്. അങ്ങനെ വന്നാൽ ഒരു നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും. UDFനൊപ്പം ഈ പുളിക്കക്കണ്ടത്തിനെ മാത്രം നിർത്തിയാൽ പോരാ, ഒപ്പം തന്നെ ഈ വിമതയായിട്ട് വിജയിച്ച മായ രാഹുലിനെ കൂടി നിർത്തേണ്ട ഒരു ആവശ്യം അവർക്കുണ്ട്. ഇതിനോടകം തന്നെ ചർച്ച നടന്നുവെന്നാണ് പറയുന്നത്. പക്ഷേ ഇനി വലിയ മാറ്റങ്ങൾ ഈ വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ വലിയ ചർച്ചകൾ, വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ പാലാ നഗരസഭയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും UDF കോൺഫിഡൻസിലാണ്. അവർ അധികാരത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. 10 സീറ്റാണ് UDFനുള്ളത്. 10ഉം ഈ പുളിക്കക്കണ്ടത്തെ 3 സീറ്റും കൂടി വരുമ്പോൾ 13 സീറ്റ് എന്ന് വരും. അതിനോടൊപ്പം ഈ വിമത കൂടി വരികയാണെങ്കിൽ 14 സീറ്റായിട്ട് അവർക്ക് വിജയിക്കാൻ സാധിക്കും. മറുവശത്ത് LDFന് 12 സീറ്റാണ് ഉള്ളത്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.